എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ മാവ് ഒരു 5-6 ദിവസത്തേക്ക് ചേർത്ത് അരച്ച് വെക്കലാണ് പതിവ്. അപ്പോൾ ലാസ്റ്റ് ദിവസം മിച്ചം വന്ന മാവ് വെച്ചൊരു വെറൈറ്റി ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. പാൻ ചൂടായതിന് ശേഷം മാവിന് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു പിടി കറിവേപ്പില, 2-3 പച്ചമുളക്, കുറച്ച് ഉപ്പ് കൂടി കേട്ടോ. മാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഈ ചെറുപ്പകാലത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ ഗേറ്റിങ്ങിൽ എത്തുമ്പോൾ തന്നെ ഈ ദോശ ഉണ്ടാക്കണം വേണം ഇങ്ങനെ മൂക്കിൽ അരച്ച് കയറും. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ദോശ റെസിപ്പിയാണിത്. അമ്മ പോയിട്ട് 36 കൊല്ലങ്ങളായി. അമ്മ രുചിയോളം എത്തിയില്ലെങ്കിലും ഞാൻ ഈ ദോശ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. 2 വശം നെയ്യ് തടവി ഇതുപോലെ മുരിയിച്ചെടുക്കുക. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം. നല്ലെണ്ണ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഈ ദോശയുടെ കൂടെ തൊട്ടുകൂട്ടാനായിട്ട് ചട്നിയോ സാമ്പാറോ ഒന്നും തന്നെ ആവശ്യമില്ല. ആവശ്യമുള്ളവർ അത് ചേർത്ത് കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ.